ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിമ എടുത്തുചാട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് സ്വപ്നയെ അങ്ങ് കുറ്റക്കാരിയാക്കി പറഞ്ഞു കേട്ടോ. കാരണം സ്വപ്നയാണിത് ചെയ്തത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സ്വപ്ന അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി കേട്ടോ. മഞ്ജു അത് പറയുകയും ചെയ്തു. കാരണം ഞാൻ ഇവിടെ പതുങ്ങി നിന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം സ്വപ്നയും കുഞ്ഞാറ്റയുമായി അത് ചെയ്തതെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാൻ ഞാനൊന്നും അറിഞ്ഞതായി ഭാവിക്കാതെ ഇരിക്കലായിരുന്നു ഏറ്റവും നല്ലത്. എന്നാൽ ഗിരിയേട്ടൻ്റെ മുന്നിൽ എനിക്ക് തെളിവ് സഹിതം കൊടുക്കുകയായിരുന്നെങ്കിൽ ഗിരിയേട്ടൻ അത് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ നിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഗിരിയേട്ടൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ ഗിരിയേട്ടനെ അകറ്റാൻ നോക്കുക എന്നല്ല തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അങ്ങനെ പിന്നീട് അവരങ്ങ് പോവുകയും ചെയ്തു. എന്നാൽ വേണ്ട വിധത്തിൽ മഹിമയെ മഞ്ജു വഴക്ക് വരികയും ചെയ്ത് ഒന്നും മിണ്ടാതെ അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. ഇതേ സമയം മുകുന്ദൻ്റെ കൂടെ മഹിമ ബൈക്കിൽ കയറി പോകുന്നത് സ്വപ്നക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ സ്വപ്ന കുഞ്ഞാറ്റയോട് പറയാണ്, ആ മുകുന്ദനുമായി തൊട്ടുരുമ്പി ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ പറയാണ്, നീ എന്തിനാ അത് നോക്കുന്നത്? അവർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ, നിനക്കിപ്പോൾ അവനോട് പ്രണയമില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ ഇല്ല, പക്ഷേ ആ മഹിമക്ക് ഒരു വക്കീൽ കൂട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ അടി നമുക്ക് തന്നെ കിട്ടുമെന്ന് പറയട്ടോ. അങ്ങനെ എവിടേക്കോ തൻ്റെ മനസ്സിലൊരു പേടി വരികയാണ് സ്വപ്നയ്ക്ക്. കാരണം മുകുന്ദൻ ഇനി ജഡ്ജാവുമോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഗോപാൽജിയുടെ മകൻ, അവൻ എന്ന് പറഞ്ഞാൽ ഒരു പെൺവിഷയക്കാരനാണ്. അവന് എപ്പോഴും പെണ്ണുങ്ങളെക്കുറിച്ച് അത്രയങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും സ്വപ്നയ്ക്ക് അറിയാം കേട്ടോ. ഇതേ സമയം വീട്ടിൽ ചെല്ലുമ്പോൾ മുകുന്ദൻ്റെ അമ്മ ചോദിക്കുകയായി, എന്താണ് ഗിരിയുടെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ്, ഗിരിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറുതായി കയ്യിൽ തോലിറങ്ങിയിരിക്കുന്നു. അപ്പോൾ മഹിമ പറയാണ്, ഇതാ സ്വപ്നയും കുഞ്ഞാറ്റയാണ് ചെയ്തതെന്ന് എനിക്ക് സത്യത്തിൽ വ്യക്തമായി, പക്ഷെ അത് തെളിയിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവിടെ മുകുന്ദൻ പറയാണ്, ഇവളുടെ എടുത്തുചാട്ടം കൊണ്ട് അതെല്ലാം പൊളിഞ്ഞു. ഗിരിയുടെ ഉള്ളിൽ സംശയം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്, പക്ഷേ മഹിമയുടെ എടുത്തുചാട്ടം കൊണ്ട് അതങ്ങ് ഇല്ലാതായി എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സ്വപ്നയുടെ ഈ വാക്കുകൾ മുകുന്ദൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മഹിമക്ക് വലിയ സങ്കടമാവണം കേട്ടോ. തൻ്റെ എടുത്തുചാട്ടം കൊണ്ട് തൻ്റെ ചേച്ചിക്ക് ഇനിയും അവിടെ ഒരു ആപത്ത് വരുമോ എന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ തൻ്റെ മുകുന്ദൻ്റെ അമ്മയോട് പറയാനിട്ട. അങ്ങനെ അവരുടെ ആ ഒരു സംസാരവും ആ ഒരു പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ അവിടെ സ്വപ്നയേക്കാൾ ഏറ്റവും നല്ലത് എന്തുകൊണ്ടും തൻ്റെ മകന് ചേർന്ന പെണ്ണ് മഹിമയാണ് എന്നിങ്ങനെ മുകുന്ദൻ്റെ അമ്മക്ക് തോന്നിത്തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി ഈ പറയുന്നത് പോലെ ഗിരിയുടെ കയ്യിൽ വേദനയാണ്. അതുകൊണ്ട് തന്നെ ഗിരി പറഞ്ഞിരിക്കുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തരണം എന്ന് മഞ്ജുവിനോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ രാവിലെ എണീറ്റത് മുതൽ ഗിരിയുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മഞ്ജു ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. ഭക്ഷണം വാരിക്കൊടുത്തും ബ്രഷ് ചെയ്തു കൊടുത്തും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിക്കും തിരിച്ചടിയായി വരികയാണ് കുഞ്ഞാറ്റയോട് മാനുമ്മ ചൂടാവുകയാണ്. നീ കാരണമാണ് എൻ്റെ മകൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൾ ചെയ്തു കൊടുത്തത്. നീ എന്ത് ചെയ്യുന്നോ അതൊക്കെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഭാനുമ്മയോട് കുഞ്ഞാറ്റ് പറയാണ്, ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ജുവിനെ ഇവിടെ നിന്നും ഇറക്കി പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലതും കണ്ടെന്ന് വെക്കും. പക്ഷേ ഞാൻ ഇനി എന്തെങ്കിലും ഒരു വഴിയിലൂടെ അവളെ ഇവിടെ നിന്നും ഓടിക്കാം. അവൾക്ക് വേറൊരു ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്താൽ തീർച്ചയായും ഗിരി അവളെ സംശയിക്കില്ലേ? അതോടുകൂടി അവളുടെ എല്ലാ കഥയും കഴിയുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭാനുമ്മക്ക് ഇത് തെറ്റില്ലാത്തൊരിതാണെന്ന് തോന്നുകയാണ്. എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിലോ ഗിരിക്ക് ഭക്ഷണം വാരിക്കൊടുത്തും അങ്ങനെ ഗിരിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മഞ്ജുവിനോട് ഒരു പ്രത്യേക സ്നേഹം ഗിരിയുടെ ഉള്ളിൽ ചെറുപ്പം മുതലേ കൊണ്ടുവച്ചിരുന്ന ആ സ്നേഹം പുറത്തോട്ട് വരണം കേട്ടോ. അങ്ങനെ മഞ്ജുവിനോട് ഗിരി ചോദിക്കുകയാണ്, അതായത് ഗിരിക്ക് അറിയാം ആ ഗ്യാസ് ആരോ മനഃപൂർവ്വം മഞ്ജുവിനെ തീർക്കാൻ വേണ്ടി തുറന്നിട്ടതാണെന്ന് ഗിരി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ തൻ്റെ കൂടപ്പിറപ്പുകൾ അവരെ ഒരിക്കലും തനിക്ക് തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആരാണത് ചെയ്തതെന്ന് കൺമുന്നിൽ കാണാത്തത് കൊണ്ട് തന്നെ അതിലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ മഞ്ജുവിനോട് ചോദിക്കുകയാണ്, ഇന്നലെ സ്വപ്ന പറഞ്ഞ വാക്കുകൾ എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ്, അത് വിട്ടേക്ക് ഗിരിയേട്ട, അവളുടെ കുട്ടിത്തം കൊണ്ട് അവൾ ഓരോന്ന് എടുത്ത് ചാടി പറഞ്ഞതാണ്. അവൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അത് അവിടെ ആരോ ഇങ്ങനെ ഗ്യാസ് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്കും ഉറപ്പുണ്ട്. പക്ഷേ ആരാണെന്ന് എൻ്റെ കൺമുന്നിൽ കാണാത്തത് കൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആരെയും കുറ്റപ്പെടുത്തി മുന്നിലോട്ട് പോകാനും പറ്റില്ല. കാരണം തെളിവില്ലല്ലോ. അങ്ങനെയുള്ള ഈ വീട്ടിൽ നിനക്ക് താമസിക്കുന്നതിൽ പേടിയില്ലേ എന്ന് മഞ്ജുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മഞ്ജു അവിടെ ഒരു മൗനത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം എന്താ ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയാത്ത എന്നിങ്ങനെ മഞ്ജുവിനോട് ഗിരി ചോദിക്കുമ്പോൾ
മഞ്ജു പറയാണ്, ഗിരിയേട്ടാ എന്നെ എപ്പോഴും സംരക്ഷിക്കാൻ ഏത് ആപത്ത് ഘട്ടത്തിലും എൻ്റെ ഗിരിയേട്ടൻ ആ സമയം എൻ്റെ അടുത്തോട്ട് എത്തും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ഗിരിയേട്ടനുള്ള ഈ വീട്ടിൽ ഞാനെന്തിന് പേടിക്കണം? എനിക്ക് മരണം മുന്നിൽ വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ എൻ്റെ ഗിരിയേട്ടന് കഴിയുമെന്ന് പറയാനിട്ടാ. ഇത് കേൾക്കുന്ന ഗിരിക്ക് വാക്കുകളില്ല. സന്തോഷം കൊണ്ട് തൻ്റെ ഉള്ളിൽ പ്രണയം ഒളിപ്പിച്ചു വെച്ചതുപോലെ തന്നെ മഞ്ജുവിനും എന്നോട് ആത്മാർത്ഥ സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാനിട്ടാ. അങ്ങനെ ഇവർ തമ്മിൽ കൂടുതൽ കൂടുതൽ തൊട്ടുരുമ്പിയും അതുപോലെ തന്നെ ഗിരിക്ക് തലതോർത്തി കൊടുത്തും കുളിപ്പിച്ചും ബ്രഷ് ചെയ്തും ഭക്ഷണം വാരിക്കൊടുത്തും ഓരോ ദിവസം ഓരോ പ്രകടനം കാണുമ്പോൾ ഭാനുമക്ക് ദേഷ്യം കൂടുകയാണ്. ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. നീ ഇത് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എൻ്റെ മകനും അവളുമായി ഇത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. അതിന് കാരണക്കാരി നീ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഭാനുമ്മ കുഞ്ഞാറ്റയോട് വഴക്കിടുമ്പോൾ കുഞ്ഞാറ്റ പറയാണ്, എൻ്റെ ഭാനുമ്മേ, അത് അബദ്ധവശാൽ ഗിരി അവിടെ വന്നത് കൊണ്ടല്ലേ. ഗിരി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൾക്കായിരുന്നില്ലേ, ഇന്ന് ഇതിലും വലുത് കാണായിരുന്നു എന്ന് സ്വപ്ന പറയാണ്. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ഇനി മേലിൽ ചെയ്യരുത്. അവൾക്കാണ് ഇങ്ങനെ ഒരു ആപത്ത് വന്നിരുന്നെങ്കിൽ ഗിരിയേട്ടൻ അവളെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും പ്ലാൻ ഉപയോഗിച്ച് പുറത്താക്കാം എന്ന് പറയുമ്പോൾ അവൾക്ക് വേറെ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് വരുത്തി തീർക്കാം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയണേട്ടാ. ഇതേ സമയം മഹിമയ്ക്ക് യാതൊരു സമാധാനവുമില്ല. മഹിമ മഞ്ജുവിനെ വിളിക്കുകയാണ്, ചേച്ചി എപ്പോഴും ശ്രദ്ധിക്കണം. ചേച്ചി എന്ത് കാര്യം ചെയ്യുമ്പോഴും മുന്നും പിന്നും നോക്കിയിട്ടേ ഇനി ചെയ്യാൻ പാടുള്ളൂ. ചേച്ചിയെ ആ വീട്ടിൽ സ്വപ്നയും കുഞ്ഞാറ്റയെ അപായപ്പെടുത്തും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ചേച്ചി ശ്രദ്ധിക്കണം. ഈ മഹിമ എടുത്തുചാട്ടക്കാരിയൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ ചേച്ചി നഷ്ടപ്പെട്ടാൽ ഈ ലോകത്ത് എനിക്ക് വേറെ ആരുമില്ല, അത് ചേച്ചി മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളെ എനിക്കറിയാം, എൻ്റെ മോള് പേടിക്കണ്ട, എന്നെ സംരക്ഷിക്കും ഗിരിയേട്ടനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് പേടിക്കണ്ട, എൻ്റെ മോള് പഠനത്തിൽ ശ്രദ്ധ കൊടുക്കുക. ഇപ്പോൾ ഈ ഇത് എൻട്രൻസ് എക്സാം എഴുതി നീ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാവും, ഈ ചേച്ചിയുടെ അച്ഛൻ്റെയൊക്കെ ആഗ്രഹം സാധിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴും മഹിമക്കുള്ളിൽ പേടി തന്നെ വരികയാണ് കേട്ടോ. മഹിമയ്ക്ക് യാതൊരുവിധ സമാധാനവും കിട്ടില്ല. കാരണം തൻ്റെ വീട്ടിൽ തൻ്റെ ചേച്ചി അവിടെ നിൽക്കും തോറും തൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമോ എന്നൊരു പേടി മഹിമക്കുള്ളിൽ വന്ന് തുടങ്ങും കേട്ടോ. പക്ഷേ ഇവരുടെ പ്രണയം കൂടുതൽ കൂടുതൽ ദൃഢമാവുകയുള്ളൂ. കാരണം കുഞ്ഞാറ്റ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് മഞ്ജുവിനും ഗിരിക്ക് തന്നെ അത് നല്ലൊരു ഇതായി വരികയാണ്. അവരെ കൂടുതൽ അടുപ്പിക്കാനുള്ള ആ പ്രവൃത്തികളായിരിക്കും മഞ്ജുവിനും ഗിരിക്കും കുഞ്ഞാറ്റ ചെയ്തു കൊടുക്കുന്നത്. കുഞ്ഞാറ്റ അവരെ അകറ്റാൻ നോക്കുമ്പോൾ അവർ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലെ തൻ്റെ അമ്മയും തൻ്റെ പെങ്ങളും എത്രമാത്രം മഞ്ജുവിനെ വെറുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഗിരി അവരോട് ഇനി കാര്യങ്ങൾ മുഖത്തടിച്ച് പറയുന്ന ആ ഒരു സീനുകളൊക്കെ വരൂ കേട്ടോ. ഇതേ സമയം ഭാനുമ്മയുടെ ഉള്ളിൽ വലിയ വിഷം തന്നെ കയറ്റിക്കൊടുക്കും സ്വപ്ന. ആ മഞ്ജു കാരണം അമ്മയോട് പഴയതുപോലെ സ്നേഹം ഗിരിയേട്ടനില്ല എന്നുള്ള ആ നുണക്കഥകളൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ റീമേക്കിൽ ഓടുന്നതാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഉണ്ടാവും.